അവസാനത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്ന് പറഞ്ഞ ഓഗ്ഡൻ നാഷിന്റെ വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു പോം. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ പോലെ, അതായത് ഈ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ പോലെ തന്നെ ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, അല്ലെങ്കിൽ ഹ്യൂമറസ് സർക്കാസ്റ്റിക് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു പോമാണ്, ഒരു കവിതയാണ് ഈ ഒരു രണ്ടാമത്തെ പോം, അല്ലെങ്കിൽ ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് ലിറ്റിൽ ബിറ്റ് എന്ന് പറഞ്ഞ പോം. ഇതിലുള്ള ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒന്ന് നറേറ്റീവ് ആണ്. നമ്മളോട് ഇതുപോലെ എന്തെങ്കിലും ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ചോദിച്ചുകൊണ്ടുള്ള ഒരു നറേറ്റീവ് ചോദിക്കും. കമ്പാരിറ്റീവ് അപ്രിസിയേഷൻ, അതായത് ഏറ്റവും കൂടുതൽ ചോദിച്ച് കാണാറുള്ളത് എനി വുമന്റെ പോം കമ്പാരിസൺ ആണ്. പക്ഷേ ഒരു പ്രാവശ്യം, ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മുടെ ഈ ഓഗ്ഡൻ നാഷിന്റെ പോയത്തിൽ നിന്നും ചോദിച്ചിട്ടുണ്ട് പോം കമ്പാരിസൺ. പിന്നെ പാരഗ്രാഫ് റൈറ്റിംഗ് ആണ്. ഇതിന്റെ ടൈറ്റിലിന്റെ റെലവൻസ്, അതായത് ഇതൊരു സർക്കാസ്റ്റിക് ആയിട്ടാണ് പറയുന്നത്. നമ്മുടെ പഴയൊരു മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു, നിങ്ങൾ ചിലപ്പോൾ വെള്ളാനുകളുടെ നാട് എന്ന് പറഞ്ഞ പഴയൊരു മോഹൻലാലിന്റെ സിനിമയിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഇപ്പൊ ശരിയാക്കി തരാ എന്ന് പറയുന്നുണ്ട്, ഒരു ചെറിയൊരു ഭയങ്കര ഫണ്ണി ആയിട്ടുള്ളൊരു ഡയലോഗ് ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ അത് ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് ലിറ്റിൽ ബിറ്റ്, ചെറിയ ഉറുമ്പ് അടിക്കുന്ന വേദന ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇവരുടെ ഒരു ടൈറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ടൈറ്റിലിന്റെ റെലവൻസ് എന്താണെന്നുള്ളത്, അതെങ്ങനെയാണ് തമാശ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന തരത്തിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇമാതിരി ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് സാധാരണ ഇതിൽ ഇതും ചോദിക്കാറുള്ളത്. അഗെയിൻ ഈ യൂണിറ്റിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറ് കുറവാണ്, പക്ഷെ നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. നിങ്ങൾക്കൊരു 6 മുതൽ 8 മാർക്കിന് വരെ പ്രതീക്ഷിക്കാം, മാക്സ് ടു മാക്സ്. ഇതിൽ നിന്ന് നമ്മൾ പഠിച്ചു പോകേണ്ട കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് ഞാൻ പറഞ്ഞത്. ഒന്നാമതായിട്ട് ദ പോയം ഈസ് അബൌട്ട് ദ പോയം ഈസ് അബൌട്ട് എ വിസിറ്റ് ടു എ ഡെന്റിസ്റ്റ്. ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കടന്നു പോകുന്ന കുറച്ച് പ്രശ്നങ്ങളും കുറച്ച് ബുദ്ധിമുട്ടുകളും കുറച്ച് ഫ്രസ്ട്രേഷൻസും ഒക്കെയാണ് ഈ ഒരു പോയത്തിൽ നമുക്ക് കാണിച്ചിരുന്നത്. ദ സ്പീക്കർ ഈസ് അഫ്രൈഡ് ഓഫ് ഡെന്റൽ ട്രീറ്റ്മെന്റ്, അതായത് പല്ലുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പുള്ളിക്കാരൻ കുറച്ച് ഇറിറ്റേറ്റഡ് ആണ്, ഫ്രസ്ട്രേറ്റഡ് ആണ്. ഹി ഫീൽസ് പെയിൻ ആൻഡ് ഡിസ്കംഫർട്ട് ഇൻ ദ ഡെന്റിസ്റ്റ് ചെയർ. ആ ഒരു ചെയറിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ടാവും, പലതും പ്രതീക്ഷിക്കാം, പലതരത്തിലുള്ള വേദനകളും പ്രതീക്ഷിക്കാം. ദ പോയിന്റ് യൂസസ് ഹ്യൂമർ ടു ഡിസ്ക്രൈബ് സഫറിങ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര എക്സ്ട്രീം സഫറിങ് ആണത്. അതായത് ഒരു സബ്ജക്റ്റീവായുള്ള, അത് ഓരോ വ്യക്തിക്ക് അനുസരിച്ച് മാറ്റം ഉണ്ടാവുമായിരിക്കും. ജനറലി പറയുകയാണെങ്കിൽ നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു പൊസിഷനാണത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ പുള്ളിക്കാരൻ തമാശ യൂസ് ചെയ്യണം, ഹ്യൂമർ യൂസ് ചെയ്യാൻ. ഹി കമ്പയർസ് ദ മൗത്ത് ടു എ റോഡ് അണ്ടർ റിപ്പയർ. അതായത് പണി നടക്കുന്ന ഒരു റോഡ് പോലെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പല്ലിനകത്ത് എന്തെങ്കിലും റിപ്പയർ നടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നുള്ളൊരു കമ്പാരിസൺ അവിടെ പറഞ്ഞിട്ടുണ്ട്. ദ പോം ഷോസ് ലോസ് ഓഫ് ഡിഗ്നിറ്റി ഡ്യൂറിങ് ട്രീറ്റ്മെന്റ്. അതായത് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് നടക്കുന്ന സമയത്ത് നമ്മുടെ പല്ലിന് എന്തെങ്കിലും ചെയ്യേണ്ട സമയത്തൊക്കെ അല്ലേ അവിടെ ആകെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു ഡിഗ്നിറ്റി പോകുന്ന, മര്യാദ പോകുന്ന ഒരു തരത്തിലാണ് അത് കാര്യങ്ങൾ വഷളാവുക എന്നുള്ള വളരെ തമാശ രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ദ സ്പീക്കർ എക്സാജറേറ്റ് ദ പെയിൻ ഫോർ എഫക്ട്. അതായത് അത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, എത്രത്തോളം ഒരു ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് കാണിക്കാൻ എക്സാജറേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു റോഡ് പണി നടക്കുന്ന പോലെയാണ്, വായിക്കാത്ത അയാൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ബെയറായിട്ട്, അതൊരു കരടിയായിട്ടൊക്കെ ഒരു കമ്പാരിസൺ പറയുന്നുണ്ട്. ഇയാൾ എങ്ങനെയാണ് ഒരു കയ്യിൽ അതിന്റെ ടൂളും ഒരു കയ്യിൽ മിററൊക്കെ ആയിട്ട് നമ്മുടെ പല്ലിനകത്ത് പല കേടുപാടുകൾ നന്നാക്കുന്നുള്ളതൊക്കെ സംശയത്തോടൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ കുറേ എക്സാജറേഷൻ, കുറച്ച് പെരിപ്പിച്ച് പറയലും ഇതിൽ കാണിക്കുന്നുണ്ട്. ദ പോയം യൂസസ് സിമിലി ആൻഡ് എക്സാജറേഷൻസ് വെൽ. അതായത് ഇതിൽ ഒന്നൊന്നിനെ പോലെയാണ് എന്നുള്ളത് പറയുന്നുണ്ട്, ഒരു കരടിയെ പോലെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇറ്റ് ടേൺസ് ആൻ അൺപ്ലസന്റ് എക്സ്പീരിയൻസ് ഇൻ ടു ഹ്യൂമർ. ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്തേക്ക് പോകാന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമില്ലാത്ത, ആർക്കും വലിയ താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ്. അതിനെ വളരെ ഹ്യൂമറസ് ആയിട്ട്, ഫണ്ണി ആയിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു കവിത മാത്രമേ ഉള്ളൂ ഈ ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്ന് പറഞ്ഞാൽ ഓഗ്ഡൻ നാഷിന്റെ ഒരു കവിത. അപ്പോൾ ഇതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. വിശദമായുള്ള പോയത്തിന്റെ സമ്മറി നമ്മൾ ഇനി വരാനിരിക്കുന്ന സമ്മറി ലൈവിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളിപ്പോൾ കാണിച്ചു തന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളിനി വരാനിരിക്കുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻസ് ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതൊക്കെ ഒന്ന് പരിഗണിക്കുക, അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക. ഇത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. സീ യു ദേർ. ബൈ.